സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഗ്രാഫ്റ്റിങ്, ലെയറിങ്, പിന്നെന്തായിരുന്നു ബഡിങ്, ഇതൊക്കെയായിരുന്നു പഠിച്ചത്. എന്തായിരുന്നു ഗ്രാഫ്റ്റിങ്, ലെയറിങ്, ബഡിങ് എന്നൊക്കെ പറയുന്നത്? അതായത് എന്താണ്, ഒരേ സ്പീഷീസിൽപ്പെട്ട സെയിം സ്പീഷീസിൽപ്പെട്ടതും ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ ജോയിൻ ചെയ്ത് പുതിയ സാപ്ലിങ്സ് അല്ലെങ്കിൽ എന്താണ് ന്യൂ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിലുള്ള സാപ്ലിങ്സ്, തൈച്ചെടികളെ ഉണ്ടാക്കുന്ന മെത്തേഡുകളായിരുന്നു ഇതൊക്കെ. ലെയറിങ്, ഗ്രാഫ്റ്റിങ്, ബഡിങ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതെന്താണ്, ഒരേ ഇനത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുമുള്ള ചെടികളെ തമ്മിൽ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ സസ്യങ്ങളെ ചേർത്ത് ഗുണമേന്മയുള്ള തൈച്ചെടികളെ ഉണ്ടാക്കിയെടുക്കുന്നു. ആ മെത്തേഡുകളായിരുന്നു ഗ്രാഫ്റ്റിങ്, ലെയറിങ്, ബഡിങ് എന്നുള്ളത്. അതായത് പതിവയ്ക്കല്, മുകുളനം, കൊമ്പൊട്ടിക്കൽ. ഇനി നോക്കാം, ഇത് നമ്മൾ എന്താണ് ഇവിടേക്ക് എന്താണ് ചെയ്തത്? സസ്യങ്ങളുടെ ഭാഗങ്ങൾ തമ്മിൽ ചേർത്തുകൊണ്ട് പുതിയ ഒരു തൈച്ചെടി അവിടെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. ഇനി നോക്കാം, ഇതുപോലെ ഈ ഗുഡ് ക്വാളിറ്റിയിലുള്ള സീഡ്സിനെ, അതായത് വിത്തുകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നമ്മൾ എന്താണ് സസ്യങ്ങളുടെ ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് പുതിയ തൈച്ചെടികൾ നമ്മൾ പുതുതായിട്ട് അല്ലെങ്കിൽ ഗുണമേന്മയുള്ള തൈച്ചെടികൾ രൂപപ്പെടുത്തിയെടുക്കും. ഇനി എന്താണ് ഈ ഗുണമേന്മയുള്ള വിത്തുകളെ രൂപപ്പെടുത്തുക അല്ലെങ്കിൽ ഗുണമേന്മയുള്ള വിത്തുകളെ ഈ രീതിയിൽ എങ്ങനെയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അതിനുള്ള ഏതെങ്കിലും മെത്തേഡുകൾ നിങ്ങൾക്ക് അറിയാമോ? നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത് നമുക്കത് എന്തിലൂടെ എങ്ങനെ നമുക്ക് എന്താണ് ഗുണമേന്മയുള്ള വിത്തിനങ്ങളെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നോക്കാം, ഇവിടെ നമ്മൾ എഴുതിയിട്ടേക്കുന്നത് കോക്കനട്ട് ട്രീയുടെ, അതായത് കോക്കനട്ട് ട്രീ എന്ന് വെച്ചാൽ എന്താണ്? തെങ്ങ്. അതിൻ്റെ 2 വെറൈറ്റീസ് ആണ്. അതായത് ഒരു ടാൾ വെറൈറ്റിയും ഒരു ഡാർഫ് വെറൈറ്റിയും. എന്താ ടാൾ മീൻസ്? ഉയരം കൂടിയ ഇനം. അതായത് ഒരു കോക്കനട്ട് ട്രീയുടെ ഉയരം കൂടിയ ഇനത്തിലുള്ള ഒരു ചെടിയും എടുത്തു, ഒരു പ്ലാന്റും എടുത്തു. അതുപോലെ ഉയരം കുറഞ്ഞ ഡാർക്ക് വെറൈറ്റി മീൻസ് ഉയരം കുറഞ്ഞ ഇനം. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? ഒരേ സ്പീഷീസിൽ പെട്ട 2 പ്ലാന്റ്സുകളെ എടുത്തേക്കുന്നത്, 2 സസ്യങ്ങൾ. കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസ് ആണ്, ഒരു സെയിം സ്പീഷീസ്. അതായത് കോക്കനട്ട് ട്രീ, 2 കോക്കനട്ട് ട്രീ എടുത്തേക്കുന്നു. അത് കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു സെയിം സ്പീഷീസിലെ 2 പ്ലാന്റുകൾ എടുത്തേക്കുന്നു. അവിടെ എന്താണ്? അവയുടെ ക്യാരക്ടേഴ്സ് വ്യത്യസ്തമാണ്. ക്യാരക്ടേഴ്സിന്റെ ഒന്ന് ടാളാണ്, അടുത്തത് ഡാർഫ്. ഒന്നിന് എന്താണ് ഉയരമുണ്ട്, അടുത്തതിന് ഉയരം കുറവാണ്. ഒരു സ്പീഷീസിൽ പെട്ട 2 ക്യാരക്ടേഴ്സ് എടുത്തേക്കുന്നു. ക്യാരക്ടേഴ്സിലുള്ള 2 സസ്യങ്ങൾ എടുത്തേക്കുന്നു. ടാൾ വെറൈറ്റി, ഡാർഫ് വെറൈറ്റി. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഈ ടാൾ വെറൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഡാർഫ് വെറൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഉയരം കൂടിയതിന്റെ പ്രത്യേകതകളും ഉയരം കുറഞ്ഞ പ്ലാന്റിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ടാൾ വെറൈറ്റിയുടെ പ്രത്യേകതകൾ 20 to 30 മീറ്റർ ഹൈറ്റ്. അതായത് ആ പ്ലാന്റിന്റെ ഹൈറ്റ് ആണ് പറയുന്നത് 20 to 30 മീറ്റർ ഹൈറ്റ്, 20 മുതൽ 30 വരെ. അതായത് ഒരു മിനിമം 20, മാക്സിമം എത്ര 30 മീറ്റർ ഹൈറ്റിലാണ് ഈ പ്ലാന്റ് വളരുന്നത്. സെക്കൻഡ് വൺ, yield in 6 to 10 years. അതായത് എന്താണ് 6 മുതൽ ഒരു 10 വർഷം, ആ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്ക് എന്താണ് വിളവ് ലഭിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ അല്ലെങ്കിൽ ആ 6 മുതൽ 10 വരെയുള്ള വർഷമാണ് അതിൻ്റെ ഈൽഡിങ് പീരീഡ് എന്ന് പറയുന്നത്, അതായത് വിളവ് ലഭിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 80 to 100 years, 80 മുതൽ, അതായത് മിനിമം ഒരു 80 വർഷം നിൽക്കും, മാക്സിമം പോയാൽ എത്രയാണ് 100 വർഷം വരെ ആയിരിക്കും അതിൻ്റെ ലൈഫ് സ്പാൻ, അതിൻ്റെ ആയുർദൈർഘ്യം, അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ഗ്രീൻ കളേർഡ് കോക്കനട്ട്. കോക്കനട്ടിൻ്റെ അതായത് തേങ്ങയുടെ കളർ എന്തായിരിക്കും? പച്ച കളർ. നമ്മൾ പൊതുവെ സാധാരണ കണ്ടുവരുന്ന ഒരു കളർ, അതാണ് ഗ്രീൻ കളേർഡ് കോക്കനട്ട്. അപ്പോൾ ടാൾ വെറൈറ്റി കോക്കനട്ടിൻ്റെ ആ ട്രീയുടെ പ്രത്യേകതകളാണ്. ടാൾ വെറൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് 20 to 30 മീറ്റർ ഹൈറ്റ്, yield in 6 to 10 years, ലൈഫ് സ്പാൻ 80 to 100 years, ഗ്രീൻ കളേർഡ് കോക്കനട്ട്. എന്തൊക്കെയാണ്? 20 മുതൽ 30 വരെ മീറ്റർ ഉയരം, 6 മുതൽ 10 വർഷം വരെയാണ് അതിൻ്റെ വിളവ് ലഭിക്കുന്നത്. ലൈഫ് സ്പാൻ, അതായത് അതിൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 80 മുതൽ 100 വർഷം വരെയാണ്. അതുപോലെ പച്ച നിറത്തിലുള്ള തേങ്ങ ലഭിക്കുന്നു. അടുത്ത ഡാർക്ക് വെറൈറ്റിയുടെ ക്വാളിറ്റീസ് നോക്കാം. 80 to 10 മീറ്റർ ഹൈറ്റ്, 8 മുതൽ 10 വരെ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു 20 to 30, 20 മുതൽ 30 വരെയുള്ള ഹൈറ്റ്. ഡാർക്ക് വെറൈറ്റിയുടെ ഹൈറ്റ് നമുക്ക് ഉയരം കുറഞ്ഞ ഇനമാണ്. അപ്പോഴത്തേക്ക് ഉയരം കുറയുമ്പോഴത്തേക്ക് സാധാരണ നമുക്ക് തന്നെ ആ വെറൈറ്റിയിൽ തന്നെ ഒരു നെയിമുണ്ട്, ഡാർക്ക് വെറൈറ്റി, അതായത് ഉയരം കുറഞ്ഞിന. അപ്പോൾ അതിൻ്റെ ഉയരം എങ്ങനെയായിരിക്കും? താരതമ്യേന ആ ടാൾ വെറൈറ്റിയേക്കാളും കുറവായിരിക്കും. എന്താണ്? 80 to 10 മീറ്റർ ഹൈറ്റ്, yield in 4 to 5 years.
അതായത് ഈൽഡ് നമുക്ക് വിളവ് ലഭിക്കുന്നത് എപ്പോഴാണ് 4 മുതൽ അല്ലെങ്കിൽ 4 മുതൽ 5 വർഷം ആ ഒരു പീരീഡിലാണ് എന്ത് അതിന്റെ വിളവ് ലഭിക്കുന്നത്. ലൈഫ് സ്പാൻ 30 to 35 ഇയേഴ്സ്. ലൈഫ് സ്പാൻ അതിന്റെ ആയുർദൈർഘ്യം എത്രയാണ്? 30 മുതൽ 35 വർഷം വരെ. ഇനി കോക്കനട്ടിന്റെ കളറുകൾ എന്തൊക്കെയാണ്? യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ. നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഓറഞ്ച് ഒക്കെ മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെന്തങ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുള്ള ആ ഒരു കളറാണ് അതൊരു ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ എന്ന് പറയുന്നത്. അത് എന്താണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതല്ല. അതായത് ചില ഇടങ്ങളിലൊക്കെ മാത്രം അല്ലെങ്കിൽ വളരെ പ്രത്യേക സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഉള്ള മാത്രം കാണുന്നതായിരിക്കും എന്താണ് ഈ യെല്ലോ, ഓറഞ്ച്, ബ്രൗണി കളറുകൾ. നമ്മൾ പൊതുവെ സാധാരണയായിട്ട് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കളർ അല്ല. അപ്പോൾ ഇതാണ് ഈ ടാൾ വെറൈറ്റിയുടെയും ഡാർക്ക് വെറൈറ്റിയുടെയും ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ടാൾ വെറൈറ്റി 20 to 30 മീറ്റർ ഹൈറ്റ്, 20 മുതൽ 30 മീറ്റർ ഹൈറ്റ്. ഡാർക്ക് വെറൈറ്റിയുടെ ഹൈറ്റ് എത്രയാണ്? 8 to 10 മീറ്റർ. അപ്പോൾ നമുക്കൊരു കോക്കനട്ട് ട്രീ കിട്ടുന്നു. അതിന് നമുക്ക് എന്താണ് പൊക്കം കുറഞ്ഞതാണോ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട്, അതോ പൊക്കം കൂടിയതാണോ? നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്താണ്? ആ പൊക്കം കുറഞ്ഞതായിരിക്കും. അതായത് നമുക്ക് അതിന്റെ ഈൽഡ് കിട്ടും. അതായത് ആ വിളവ് നമുക്ക് ഉപയോഗപ്രദമാക്കാനൊക്കെ എളുപ്പം എന്താണ് ഈ പൊക്കം കുറഞ്ഞതായിരിക്കും. ഇനി നോക്കാം ഈൽഡ് ഇൻ 6 to 10 ഇയേഴ്സ്. 6 മുതൽ ഒരു 10 വർഷം വരെ നമുക്ക് അതിൽ നിന്ന് എന്താണ് വിളവ് ലഭിക്കുന്നുണ്ട്. ഈൽഡ് ഇൻ 4 to 5 ഇയേഴ്സ്. അതായത് എന്താണ് ഒരു 4 മുതൽ 5 വർഷം വരെയാണ് അതിന്റെ വിളവ് എന്ന് പറയുന്നത്. അടുത്ത ലൈഫ് സ്പാൻ 8. അപ്പോൾ ഇവിടെ ഏതായിരിക്കും നമുക്ക് നല്ലത്? 6 മുതൽ 10 വർഷം വരെ വിളവ് ലഭിക്കുന്നതാണോ 4 മുതൽ 5 വർഷം വരെ വിളവ് ലഭിക്കുന്നതാണോ നല്ലത്? 6 മുതൽ 10 വർഷം വരെ ലഭിക്കുന്നതായിരിക്കും. അതായത് കൂടുതൽ കാലം നമുക്ക് വിളവ് ലഭിക്കുന്നതല്ലേ എപ്പോഴും നമുക്ക് ഉപയോഗപ്രദമാകുന്നത്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ്? 80 to 100 ഇയേഴ്സ്. 80 മുതൽ 100 വർഷം വരെയാണ് ടാൾ വെറൈറ്റിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഡാർക്ക് വെറൈറ്റിയുടെതോ 30 to 35. അപ്പോൾ ഏതായിരിക്കും നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ടാൾ വെറൈറ്റി. അതായത് നമുക്ക് ആ ലൈഫ് സ്പാൻ കൂടുതലുള്ളത്, അതായത് 80 to 100 ഇയേഴ്സ് ആ ഒരു റേഞ്ചിൽ വരുന്ന പ്ലാന്റ് ആയിരിക്കും. അതായത് മറ്റെന്താണ് പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതായിരിക്കും നമുക്ക് അവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നോക്കാം ഗ്രീൻ കളേർഡ് കോക്കനട്ട്, പിന്നെ എന്താണ് യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ. ഈ ഗ്രീൻ കളേർഡ് കോക്കനട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. ഇതെന്താണ് കോമൺ ആണോ? അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഈ കളറും യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ രണ്ടും രണ്ട് പ്ലാന്റാണ്. ഈ രണ്ട് വെറൈറ്റിയിലും ടാൾ വെറൈറ്റിയിലും ഡാർക്ക് വെറൈറ്റിയിലും മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട് ഉണ്ടല്ലോ. ഇതിലെ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഡാർക്ക് വെറൈറ്റിയുടെയും എല്ലാ കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഈ ടാൾ വെറൈറ്റിയുടെയും ഡാർക്ക് വെറൈറ്റിയുടെയും നല്ല ഗുണങ്ങൾ മാത്രം, അതായത് മെറിറ്റ്സ് മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു പുതിയ പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഇതിനേക്കാളും കൂടുതൽ നല്ലത്. അതായത് ഈ ടാൾ വെറൈറ്റിയുടെയും ഡാർക്ക് വെറൈറ്റിയുടെയും ഗുണങ്ങൾ, അതായത് എന്താണ് അതിന്റെ മെറിറ്റ്സുകൾ തമ്മിൽ ചേർത്തുകൊണ്ട് നമുക്ക് ഒരു പുതിയ പ്ലാന്റ് കിട്ടുന്നു. അതായത് എങ്ങനെയാണ്? ഇപ്പം ഹൈറ്റ് 80 to 10 മീറ്റർ മതി. പക്ഷേ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 80 to 100 ഇയേഴ്സ് ആയിരിക്കും. പിന്നെ അതിന്റെ കോക്കനട്ടിന്റെ കളർ എന്തായിരിക്കും? യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ. അതായത് ഈ രണ്ട് വെറൈറ്റിയുടെയും ടാൾ വെറൈറ്റിയുടെയും ഡാർക്ക് വെറൈറ്റിയുടെയും അതായത് ഗുണങ്ങൾ മാത്രം ചേർത്തുകൊണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ വെറൈറ്റി, ഒരു പുതിയ പ്ലാന്റിന് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് പ്ലാന്റ്, ഈ ടാൾ വെറൈറ്റിയും ഡാർക്ക് വെറൈറ്റിയെക്കാളും കൂടുതൽ നല്ലതായി അത് ആ ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിനുള്ള ഒരു മെത്തേഡാണ് ഇനി പറയുന്നത് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ? അതായത് എന്താണ് ഈ രണ്ട് വെറൈറ്റികൾ എടുക്കുക, അതായത് ഒരേ സ്പീഷീസിലും ഒരേ സ്പീഷീസ്, അതായത് ഒരേ ഇനത്തിൽ പെട്ടതും പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ഉള്ളതുമായ രണ്ട് സസ്യങ്ങൾ എടുത്തിട്ട് അതിന്റെ എന്താണ് ആ ഗുണങ്ങളെ നമ്മൾ എന്താണ് കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയ ഒരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്ന് പറയുന്നത്. നോക്കാം എന്താണ് ഹൈബ്രിഡൈസേഷൻ. Hybridization is the method to produce new seeds through artificial pollination between plants of same species but different characteristics. അതായത് എന്താണ് വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്തെന്ന് ചോദിച്ചാൽ പറയുന്നതാണ്
It is the method to produce. Hybridization is the method to produce new seeds. അതായത് പുതിയ വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ? എന്താണ് പോളിനേഷൻ എന്നുള്ളത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പോളിനേഷൻ? the transfer of pollen grains from anther to stigma. പരാഗയിൽ നിന്ന് പരാഗണ സ്ഥലത്തേക്ക് പരാഗരേണുക്കൾ പതിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരാഗണം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. എന്താണ്? കൃത്രിമ പരാഗണം. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ മീൻസ് കൃത്രിമ പരാഗണം. കൃത്രിമ പരാഗണത്തിലൂടെ എങ്ങനെയാണ്? ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് ബട്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് പ്ലാന്റ്സുകൾ, ആ പ്ലാന്റ്സുകളുടെ പ്രത്യേകത എന്താണ്? സെയിം സ്പീഷീസ്, ഒരേ വർഗത്തിൽ പെട്ടതും ബട്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേക അല്ലെങ്കിൽ വ്യത്യസ്ത സവിശേഷ ഗുണങ്ങൾ ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സുകളെ തമ്മിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ എന്താണ് അവിടെ പുതിയ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസംകരണം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് ബട്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് എന്താണ്? വ്യത്യസ്ത ഒരേ ഇനത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളും ഉള്ള ചെടികളെ തമ്മിൽ എന്താണ്? കൃത്രിമ പരാഗണത്തിലൂടെ പുതിയ വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വർഗസങ്കരണം എന്ന് പറയുന്നത്. നോക്കുക, എന്താണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്ന് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ്, എന്നൊരു മെത്തേഡാണ്. എന്തിന്? ടു പ്രൊഡ്യൂസ് ന്യൂ സീഡ്സ്, പുതിയ വിത്തുകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. എന്തിലൂടെ? ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ. ഇനി ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കുന്നത് എങ്ങനെയുള്ള പ്ലാന്റ്സിലാണ്? ബിറ്റ്വീൻ ദ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് ബട്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? ഒരേ ഇനത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ പ്ലാന്റ്സുകളെ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി അങ്ങനെ ലഭിക്കുന്ന വിത്തുകളിലൂടെ, അങ്ങനെ എന്താണ് ആ പ്രോസസ്സിലൂടെ എന്താണ് വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫ്ലവർ ടു ഫ്ലവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എങ്ങനെയാണ് വിത്ത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അവിടെ ബീജസങ്കലനം ഫെർട്ടിലൈസേഷൻ എന്താണ്, അതിൽ നിന്ന് എങ്ങനെയാണ് ഈ പോളിനേഷൻ വഴി എന്തുണ്ടാകുന്നു, പോളിനേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെന്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ബീജസങ്കലനം നടക്കുന്നു. ആ ബീജസങ്കലനത്തിലൂടെ എന്താണ് ഫ്രൂട്ട്സും അതുപോലെ സീഡ്സും ഒക്കെ ഫോം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചു. ഇവിടെ എന്താണ്? ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ, അതായത് പ്ലാന്റ്സുകൾ നമ്മൾ ഒരേ സ്പീഷീസിൽ പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളും ഉള്ളതുമായ പ്ലാന്റ്സുകൾ എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നുകൂടി നോക്കാം, എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ ഇസ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ന്യൂ സീഡ്സ് through artificial pollination between plants of the same species but different characteristics. The method to produce new seeds, അതായത് പുതിയ വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ. എങ്ങനെ? ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അതായത് കൃത്രിമ പരാഗണത്തിലൂടെ. എങ്ങനെയുള്ള പ്ലാന്റ്സിൽ? ദ പ്ലാന്റ്സ് ബിറ്റ്വീൻ ദ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് ബട്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? ഒരേ ഗുണത്തിൽപ്പെട്ട, ഒരേ ഇനത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളും ഉള്ളതുമായ പ്ലാന്റ്സുകൾ, സസ്യങ്ങൾ തമ്മിൽ എന്താണ് കൃത്രിമ പരാഗണത്തിലൂടെ പുതിയ വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ. എന്നോട് നോക്കുക, എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ ഇസ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് ദി സെയിം സ്പീഷീസ് ബട്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി നോക്കാം, ഈ വർഗസങ്കരണത്തിലൂടെ പുതിയ പ്ലാന്റുകൾ അല്ലെങ്കിൽ പുതിയ സീഡ്സ് അവിടെ ഉണ്ടാകുന്നു. ആ ഉണ്ടാകുന്ന സീഡ്സ് എല്ലാം എന്താണ് നല്ല ഗുണങ്ങളോട് കൂടി അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി സീഡ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. എല്ലാം നല്ല അഡ്വാൻറ്റേജസ് മാത്രം ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ മാത്രമേ ആ സീഡ്സിൽ കാണുള്ളൂ. ആയിരിക്കുമോ? നമുക്ക് നോക്കാം. നമുക്ക് 2 ക്യാരക്ടേഴ്സ് ഇവിടെ എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ടോൾ വെറൈറ്റിയും ഡാർക്ക് വെറൈറ്റിയും പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് എന്താണ് ഉയരം കൂടിയതുണ്ടായിരുന്നു, ഉയരം കുറഞ്ഞത്. ആ 2 ക്യാരക്ടേഴ്സ് എടുത്തപ്പോഴത്തേക്ക് എന്താണ് അവിടെ ആയുർദൈർഘ്യം കൂടുതൽ, ലൈഫ് സ്പാൻ കൂടുതലുള്ളതുണ്ടായിരുന്നു, ലൈഫ് സ്പാൻ കുറവുള്ളതുണ്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയായിരുന്നു? ഹൈറ്റ് കൂടുതൽ, ഹൈറ്റ് കുറവുള്ളതുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കതിൽ 2 ക്യാരക്ടേഴ്സ് എടുക്കാം. ഇപ്പോൾ 2 പ്ലാന്റ് എടുക്കുന്നു, ഉയരം കൂടിയതും
ഉയരം കുറഞ്ഞതും എടുക്കുന്നു. ആ ഉയരം കൂടിയ പ്ലാന്റും എടുക്കുന്നു, ഉയരം കുറഞ്ഞ പ്ലാന്റ്. അതായത് ഹൈറ്റ് ഇതിന് എത്രയായിരിക്കും? ഇതിനൊരു 18 മീറ്റർ ഹൈറ്റ് വരെ പോകുന്നു. അതുപോലെ ഡോർഫ് വെറൈറ്റിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 20 മീറ്റർ, ഒരു 10 to 20 മീറ്ററും ഇവിടെ എന്താണ് ഒരു 50 to 80 മീറ്റർ ഹൈറ്റ്. നമുക്ക് അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കാം. ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, ഈ ടാൾ വെറൈറ്റിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏകദേശം 80 to 100 ഇയേഴ്സും ഡാർക്ക് വെറൈറ്റിയുള്ളത് ഒരു 30 to 40 ഇയേഴ്സും എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ രണ്ട് ക്യാരക്ടേഴ്സ് മാത്രം എടുക്കുന്നത്, ഈ ടോൾ പ്ലാന്റിന്റെയും ഡോർഫ് പ്ലാന്റിന്റെയും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം എടുക്കണം. അതായത് ഇതിന്റെ ഹൈറ്റ്, അതായത് ഒന്ന് നമ്മൾ എന്താണ് അവിടെ എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഹൈറ്റ്, അതായത് ഉയരം. ഒന്നിന് 50 മുതൽ 80 മീറ്റർ വരെ ഉയരം. ഡോർഫ് വെറൈറ്റിക്ക് എത്രയാണ്? 10 to 20 മീറ്റർ ഹൈറ്റ്. അടുത്ത ഇതിന്റെ ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടാൾ വെറൈറ്റിക്ക് എന്താണ് 80 to 100 ഇയേഴ്സ് ആ ഒരു ലെങ്തിലെ ഹൈറ്റും, അതുപോലെ ഡാർക്ക് വെറൈറ്റിക്ക് 30 to 40 ആ ഒരു റേഞ്ചിലുള്ള ഹൈറ്റും വരുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, നമുക്കൊരു പുതിയ ഗുഡ് ക്വാളിറ്റി സീഡ് കിട്ടേണ്ട ആ ഒരു സീഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഹൈറ്റ് ഇത്രയേ കാണാവൂ. അതായത് 10 to 20 മീറ്റർ ഹൈറ്റിലും ലൈഫ് സ്പാൻ ഒരു 80 to 100 ഇയേഴ്സ് ആ ഒരു ലൈഫ് സ്പാനുമാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ആ ക്യാരക്ടേഴ്സിലുള്ള സീഡ്സിന് വേണം നമുക്ക് ഇതിൽ നിന്ന് ഇവിടെ നമുക്ക് എന്താണ് ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടേണ്ട സീഡ്സിന്റെ ഗുണങ്ങൾ ഇത് രണ്ടുമായിരിക്കണം. പക്ഷെ ഈ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് എല്ലാ സീഡ്സും ഈ രണ്ട് ഗുണങ്ങളോട് മാത്രമായിരിക്കും കിട്ടുന്നത്. ഇവിടെ വേറെയും രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതും അതിനകത്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഹൈബ്രിഡൈസേഷനിലൂടെ കിട്ടുന്ന ആ ഒരു സീഡ്സിന്റെ മാനർ, അതിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു മാനർ എന്ന് പറയുന്നത്, അതായത് ഏതൊക്കെ തരത്തിലുള്ള സീഡ്സ് നമുക്ക് അവിടെ കിട്ടുമെന്ന് വെച്ചാൽ രണ്ടും ചിലപ്പോൾ അഡ്വാൻറ്റേജസ് ഉള്ള സീഡ്സ് കിട്ടും. അതായത് രണ്ട് വെറൈറ്റിയുടെയും ഗുണങ്ങൾ മാത്രം ചേർന്നുകൊണ്ടുള്ള ഒരു സീഡ്സ് നമുക്ക് കിട്ടും. അതുപോലെ അടുത്തത് എന്താണ്, രണ്ട് വെറൈറ്റിയുടെയും ഡീമെറിറ്റ്സ് ദോഷങ്ങൾ മാത്രം ചേർന്നുകൊണ്ടുള്ള ഒരു സീഡ് നമുക്ക് കിട്ടാം, അതിനും ചാൻസ് ഉണ്ട്. പിന്നീട് എന്താണ്, ഈ നല്ലതിന്റെ അതായത് ഒന്നിന്റെ ഗുണവും മറ്റേതിന്റെ ദോഷവും ചേർന്നുകൊണ്ടുള്ളൊരു ആ ഒരു ക്വാളിറ്റിയിലുള്ള സീഡ്സ് നമുക്ക് കിട്ടാം. അപ്പോഴും ഒരു 3 ടൈപ്പ് അല്ലെങ്കിൽ 3 മാനറിലുള്ള എന്താണ് ആ ഒരു സീഡ്സ് നമുക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഒരു ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടാം. ഒന്നുകിൽ എന്താണ് രണ്ടും അഡ്വാൻറ്റേജസ് ആയിരിക്കും. അതായത് രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇപ്പൊ നമ്മുടെ ടാൾ ഡാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് വെറൈറ്റി എടുത്തിട്ട് ആ രണ്ട് വെറൈറ്റിയുടെയും അഡ്വാൻറ്റേജസ് മാത്രമുള്ള സീഡ്സ് നമുക്ക് കിട്ടാം. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു. അപ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ ഈ ഹൈബ്രിഡൈസേഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് 50 to 80 സെന്റിമീറ്റർ ഹൈറ്റും അതുപോലെ എന്താണ് 30 to 40 ഇയേഴ്സ് എന്താണ് അതിന്റെ ലൈഫ് സ്പാൻ ഉള്ളത്. അപ്പൊ അത് രണ്ടും എന്തായിരിക്കും, അതിന്റെ രണ്ട് നമുക്ക് മെറിറ്റായിട്ട് എടുത്ത് കിട്ടുന്ന വശങ്ങളാണ്. അതായത് നമുക്ക് ഈ രണ്ട് വശങ്ങൾ നമുക്ക് വേണ്ട, പക്ഷെ ആദ്യം കിട്ടുന്ന സീഡ്സ് എങ്ങനെയായിരിക്കും? ഈ ഒരു സീഡ്സ് ആയിരിക്കും. പിന്നെ നമുക്ക് നോക്കാം, ഈ ഒരു ക്വാളിറ്റി അതായത് 80 to ഇത്രയും ഈ ഒരു സെന്റിമീറ്റർ ലെങ്ത്തും അതുപോലെ എന്താണ് ഇവിടുത്തെ തന്നെ നമുക്ക് അതിന്റെ ലൈഫ് സ്പാൻ, ഈ രണ്ട് ലൈഫ് സ്പാനിലുള്ളത് നമുക്ക് കിട്ടാം. അവിടെ എന്താണ് ഇതൊന്നിവിടെ ഡിമെറിറ്റ് വരുന്നുണ്ട്, ഒരു മെറിറ്റും വരുന്നുണ്ട്. പിന്നെ അടുത്ത കിട്ടുന്നതെന്ന് പറയുന്നത് ഈ 80 to 100 ഇയേഴ്സ് ലൈഫ് സ്പാനും 10 to 20 മീറ്റർ ഹൈറ്റ് കിട്ടുന്നു. അപ്പൊ അത് രണ്ടും എന്താണ് അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ഇതിന്റെ ഈ ലൈഫ് സ്പാനും ഈ ഹൈറ്റുമുള്ള ആ വെറൈറ്റിയിലുള്ള സീഡ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് പറഞ്ഞത് എന്താണ് ഇവിടെ നമുക്ക് ഈ ഹൈബ്രിഡൈസേഷനിലൂടെ എന്താണ് രണ്ട് അഡ്വാൻറ്റേജസ് ഉള്ളത്, രണ്ട് വെറൈറ്റിയുടെ അഡ്വാൻറ്റേജസിലുള്ള സീഡ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ എന്താണ് ഡിസഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്, മിക്സഡ് ക്വാളിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഹൈബ്രിഡൈസേഷൻ അപ്പോൾ ഈ ഇങ്ങനെ കിട്ടുന്നതിലൂടെ നമുക്ക് ഗുഡ് ക്വാളിറ്റി, ഇപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജസ് മാത്രമുള്ളത് നമുക്ക് നോക്കി അതിനെ തിരഞ്ഞെടുത്ത് നമുക്ക് പുതിയ സാപ്ലിങ്സിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ എങ്ങനെയുള്ള പ്ലാന്റ്സിലാണ് ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കുന്നത്? പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് ബട്ട് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരേ വർഗത്തിൽപ്പെട്ടതും ഡിഫറെൻറ്റ് സ്വഭാവ സവിശേഷതകളുള്ളതുമായിട്ടുള്ള
പ്ലാന്റ്സുകൾ തമ്മിലാണ് എന്ത് ആർട്ടിഫിഷ്യൽ പോളിനേഷനിലൂടെ കൃത്രിമ പരാഗണത്തിലൂടെ എന്താണ് പുതിയ വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ആ ഹൈബ്രിഡൈസേഷനിലൂടെ നമുക്ക് കിട്ടുന്ന വിത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഗുണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഒന്നിൽ എന്താണ് രണ്ടും നല്ല ഗുണങ്ങളുള്ളതായിരിക്കും. രണ്ട് വെറൈറ്റിയുടെ രണ്ടിനങ്ങൾ എടുത്തതിൻ്റെയും ഗുണങ്ങൾ മാത്രമുള്ളത് കിട്ടും, അതുപോലെ ദോഷങ്ങളുള്ളത് മാത്രം കിട്ടും. ഒരു മിക്സഡ് ക്വാളിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്താണ് സുപ്പീരിയർ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റിയുള്ള സീഡ്സിന് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ച് ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിളുകൾ, അതായത് ഇങ്ങനെ ഹൈബ്രിഡ് വെറൈറ്റി, അതിന് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റികൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളുകൾ നോക്കാം. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ദീസ് ആർ ദ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് കോക്കനട്ട് ട്രീ. അതായത് കോക്കനട്ട് ട്രീ, അതായത് തെങ്ങിൻ്റെ കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റി, അതായത് വർഗ്ഗസങ്കര ഇനങ്ങളാണ്. ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇനി നോക്കാം ഇത് ഏതൊക്കെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആ സ്പീഷീസ് അവിടെ വെറൈറ്റി ഏതൊക്കെ തമ്മിലാണ് ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ചന്ദ്രലക്ഷ, ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറയുന്ന ഒരു വെറൈറ്റി, അതായത് ടാൾ വെറൈറ്റിയാണ്. ഉയരം കൂടിയ ഇനത്തിൽപ്പെട്ട ഒരു കോക്കനട്ട് തെങ്ങ്. അതുപോലെ ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്ന ഡാർക്ക് വെറൈറ്റി, ഉയരം കുറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ്, ഒരു കോക്കനട്ട് ട്രീ. അത് രണ്ടും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത്, അതായത് വർഗ്ഗസങ്കലനം നടത്തി കിട്ടിയ ഒരു ആ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് ചന്ദ്രശങ്കര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിലുള്ള കോക്കനട്ട് ട്രീ. അപ്പോൾ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്, ആ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് എന്താണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ച്, അതായത് ടാൾ വെറൈറ്റിയും ഡാർക്ക് വെറൈറ്റിയും. ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറയുന്ന ടാൾ വെറൈറ്റിയും അതുപോലെ ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഡാർക്ക് വെറൈറ്റിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണിത് ചന്ദ്രലക്ഷ. അതുപോലെ ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ച്, അതായത് ഡാർക്ക് വെറൈറ്റിയാണ്. ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്ന ഡാർക്ക് വെറൈറ്റിയും വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്ന ടാൾ വെറൈറ്റിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് ഒരു ഉയരം കുറഞ്ഞ വെറൈറ്റിയും അതുപോലെ ഉയരം കൂടിയ വെറൈറ്റിയും. ഇവിടെ നമ്മൾ ഈ ഹൈബ്രിഡൈസേഷൻ ഏത് പ്ലാന്റുമായിട്ടാണ് ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത് അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഇൻറ്റൂട്ട് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ടാൾ വെറൈറ്റി ഡാർക്ക് വെറൈറ്റിയുമായിട്ടാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നതെങ്കിൽ, ടാൾ വെറൈറ്റിയെ ഡാർക്ക് വെറൈറ്റിയുമായിട്ടാണ് ഹൈബ്രിഡൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെ T/D എന്ന് പറയുന്നു. അങ്ങനെയുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ളത് ഈ ടാൾ വെറൈറ്റി ഡാർക്കുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്തു. അതാണ് ഇവിടെ ലക്ഷദ്വീപ് ഓർഡിനറി, അത് ടാൾ വെറൈറ്റിയാണ്, ഉയരം കൂടിയ വെറൈറ്റി. ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത് ഡാർക്ക് വെറൈറ്റി, അതുകൊണ്ടാണ് അവിടെ T/D. ഇതിൻ്റെയൊക്കെ പേരുകൾ മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ജസ്റ്റ് മലയാളം ഇതുപോലെ തന്നെയാണ്, അല്ലാതെ വേറെ പേരുകളൊന്നുമില്ല. അപ്പോൾ ഈ ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറഞ്ഞ ടാൾ വെറൈറ്റി, ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്ന എന്താണ് ഡാർക്ക് വെറൈറ്റി, അതുകൊണ്ടാണ് അവിടെ T/D. നെക്സ്റ്റ് നോക്കുക ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത് അവിടെ ഡാർക്ക് വെറൈറ്റിയാണ്, വെസ്റ്റ് കോസ്റ്റ് ടാൾ അത് ടാൾ വെറൈറ്റിയാണ്, അതുകൊണ്ട് അതിനെ D/T. അതായത് ഫസ്റ്റ് വൺ എന്താണ് ടാൾ വെറൈറ്റി ഡാർക്കുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്തു, അതുകൊണ്ട് T/D. അടുത്തത് എന്താണ് ഡാർക്ക് വെറൈറ്റി ടാൾ വെറൈറ്റിയുമായിട്ട് എന്താണ് ഹൈബ്രിഡൈസ് ചെയ്തു, അതുകൊണ്ട് അവിടെ D/T. നെക്സ്റ്റ് ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗാബോന്തം, അതായത് ടാൾ വെറൈറ്റിയും ഡാർക്ക് വെറൈറ്റിയും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം എന്താണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീയുടെ അതായത് തെങ്ങിന്റെ കുറച്ച് വർഗ്ഗസങ്കര ഇനങ്ങൾ ഏതൊക്കെയെന്ന് ചന്ദ്രലക്ഷ, ഏതൊക്കെയാണ് അവിടെ ഹൈബ്രിഡൈസ് ചെയ്ത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ. ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗാബോന്തം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് തന്നിട്ട് അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പേരുകൾ. ഇനി നിങ്ങൾക്ക് വേറെ കുറേ പ്ലാന്റ്സിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ പഠിക്കേണ്ട. അപ്പോൾ ഏതെങ്കിലും ഒരു ഹൈബ്രിഡ് വെറൈറ്റിയുടെ പേര് തന്നിട്ട്, ഒരു വർഗ്ഗസങ്കര ഇനത്തിൻ്റെ പേര് തന്നിട്ട് അത് ഏതിൻ്റെ ഇനമാണ് അല്ലെങ്കിൽ ഏത് പ്ലാന്റിൻ്റെ വെറൈറ്റി ആണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് തന്നിട്ട് അതിൻ്റെ വെറൈറ്റി ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലോ അങ്ങനെ ഏത് രീതിയിലായാലും ഇത് ചോദിക്കും. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റും കൂടെ എടുക്കുക. ടെക്സ്റ്റിൽ കുറച്ച് വേറെ അധികം എന്താണ് മറ്റ് പ്ലാന്റ്സിൻ്റെയൊക്കെ വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. അവിടെ പാഡി മീൻസ് എന്താണ് നെല്ല്. നെല്ലിൻ്റെ വെറൈറ്റീസ് ആണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. നെക്സ്റ്റ് പി മീൻസ് പയർ. ലോല, മാളിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. ഈ പേരുകൾ പഠിച്ചു വയ്ക്കുക. ഗ്രീൻ ചില്ലി, പച്ചമുളക്. ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഉജ്വല,
ജ്വാലാമുഖി, അനുഗ്രഹ. ദെൻ ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. നെക്സ്റ്റ് ബ്രിഞ്ചാൾ, സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഇതെല്ലാം എന്താണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. ടൊമാറ്റോ, തക്കാളിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് മുക്തി, അനക, അക്ഷയ. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫിഗേഴ്സും ഉണ്ട്. ആ ഫിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഓരോ വെറൈറ്റിയുടെയും പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ആ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. ഏതോ രണ്ട് പ്ലാന്റ്, ആ ഒരേ സ്പീഷീസിൽ പെട്ട രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള പ്ലാന്റ്സുകളെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ്. ആ ഒരു പുതിയ പ്ലാന്റിന് ഇവിടെ ആ ഹൈബ്രിഡ് വെറൈറ്റീസിന്റെ പേരുകളാണ് കൊടുത്തേക്കുന്നത്. ഒന്നുകൂടെ നോക്ക്: പാഡി, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, പി, ലോല, മാളിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഗ്രീൻ ചില്ലി, ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ലേഡീസ് ഫിംഗർ വെണ്ട ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ബ്രിഞ്ചാൾ, സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ടൊമാറ്റോ, മുക്തി, അനക, അക്ഷയ. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ആ ഹൈബ്രിഡൈസേഷനിലൂടെ നമുക്ക് കിട്ടുന്ന സീഡ്സിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റികൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നല്ല വിളവുകൾ അല്ലെങ്കിൽ നമുക്ക് ഗുഡ് ഈൽഡ് കിട്ടാൻ വേണ്ടി നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡ്, കാർഷിക മേഖലയിൽ എന്തെല്ലാം സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പോസിബിലിറ്റീസ് നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ആ കാർഷിക മേഖലയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹൈ ഈൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ഉയർന്ന ഉൽപാദനം. ക്വിക്ക് ഈൽഡ് അതായത് വേഗത്തിലുള്ള ഉൽപാദനം. റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ് അതായത് രോഗപ്രതിരോധ ശേഷി, അതായത് രോഗങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുക, അതായത് പെട്ടെന്ന് ആ രോഗത്തെ തടയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ്? ലോവർ നർച്ചറിങ് കോസ്റ്റ് അതായത് പരിപാലനത്തിനുള്ള ചെലവോടെ കുറഞ്ഞ ചെലവ്. അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അതായത് നടീൽ വസ്തുക്കളുടെയും വിത്തുകളുടെയും ഒക്കെ എന്താണ് ലഭ്യത. ഇതൊക്കെയാണ് ഒരു അഗ്രികൾച്ചറൽ ഫീൽഡിൽ അതായത് കാർഷിക മേഖലയിൽ വേണ്ട പ്രധാനപ്പെട്ട സാധ്യതകൾ അല്ലെങ്കിൽ ആ അഗ്രികൾച്ചറൽ ഫീൽഡിന്റെ പോസിബിലിറ്റീസ്. ഇവിടെ എന്തൊക്കെ സാധ്യത, ഒരു കാർഷിക മേഖലയിൽ എന്തൊക്കെ സാധ്യതകൾ ഉണ്ടാകണമെന്ന് വെച്ചാൽ അവിടെ എന്താണ്? ഒന്ന് ഹൈ ഈൽഡ് അതായത് നമ്മൾ ചെയ്യുന്ന വിളവിന് ചെയ്യുന്ന കൃഷിക്ക് അല്ലെങ്കിൽ ആ ചെയ്യുന്ന ഒരു ജോലിക്ക് എന്താണ് ഉയർന്ന വിളവ് ലഭിക്കണം. ഹൈ ഈൽഡ് നമുക്ക് കിട്ടണം. നമുക്ക് എന്താണ് ആ ലാഭമെങ്കിലും നമുക്ക് ചെയ്യുന്ന ആ ഒരു ഇത് നമുക്ക് മുടക്കുന്ന മുതലെങ്കിലും നമുക്കത് തിരിച്ചു കിട്ടണം. ആ ഒരു ഹൈ ഈൽഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടണം. അതുപോലെ എന്താണ്? ക്വിക്ക് ഈൽഡ് അതായത് വേഗത്തിലുള്ള ഉൽപാദനം. ഉയർന്ന ഉൽപാദനം മാത്രമല്ല, അതെങ്ങനെയായിരിക്കണം? പെട്ടെന്നായിരിക്കണം. നമുക്ക് ഒത്തിരി അങ്ങ് കാത്തിരിക്കാതിരുന്ന് കിട്ടേണ്ടതല്ല. അതെന്താണ്? ക്വിക്ക് ഈൽഡ് വളരെ വേഗത്തിൽ ലഭിക്കേണ്ടതാണ്. റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ് അതായത് രോഗപ്രതിരോധങ്ങളുള്ള അല്ലെങ്കിൽ രോഗങ്ങളെ തടയുക, പെട്ടെന്ന് രോഗങ്ങളെയൊക്കെ തടയുക അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളത് ആയിരിക്കണം. ലോവർ നർച്ചറിങ് കോസ്റ്റ് അതായത് പരിപാലനത്തിലുള്ള ചെലവ് വളരെ കുറഞ്ഞത്. അതായത് എന്താണ്? നമ്മുടെ വസ്തുക്കൾ, ഈ നടീൽ വസ്തുക്കളായാലും നമുക്ക് വിളവിന് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്താണ്? ലോവർ നർച്ചറിങ് അതായത് നമ്മൾ പരിപാലിക്കുന്നത് അതിന് എന്താണ്? ലോ കോസ്റ്റ് അതായത് ചെലവ് അവിടെ കുറഞ്ഞിരിക്കണം. അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് നമുക്ക് എന്താണ്? ഈ വിത്തുകളുടെയും അതുപോലെ നടീൽ വസ്തുക്കളുടെയൊക്കെ ആവശ്യമായിട്ടുള്ള ലഭ്യത ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടത്തക്ക രീതിയിലുള്ളതായിരിക്കണം. അപ്പോൾ ഹൈ ഈൽഡ്, ക്വിക്ക് ഈൽഡ്, റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ്, ലോവർ നർച്ചറിങ് കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അതായത് ഉയർന്ന ഉൽപാദനം, വേഗത്തിലുള്ള ഉൽപാദനം, രോഗപ്രതിരോധ ശേഷി, ലോവർ നർച്ചറിങ് കോസ്റ്റ് പരിപാലനത്തിനുള്ള ആ ഒരു എന്താണ് ചെലവ്, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ് വിത്തുകളുടെയും അതുപോലെ നടീൽ വസ്തുക്കളുടെയും ലഭ്യത. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡ് അല്ലെങ്കിൽ കാർഷിക മേഖല സാധ്യമാക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സാധ്യമാക്കണമെങ്കിൽ എന്ത് വേണം? കുറേ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ വേണം. അതായത് നമ്മൾ എന്താണ് നമുക്ക് ഇവിടെയൊക്കെ നമുക്കറിയാം കൃഷി ഓഫീസുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ എന്താണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതിനും എല്ലാ മാർഗങ്ങൾ പറഞ്ഞു തരുന്നതിനും നമുക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളും വളങ്ങളും നടീൽ വസ്തുക്കളും ഒക്കെ തരുന്നതിനും ഒക്കെ എന്താണ് ഈ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിൽ നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് കൃഷി ഓഫീസുകൾ ഒക്കെ ഉണ്ട്. അതുപോലെ കുറേ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അതായത് ഈ കൃഷിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്.
ഇവയൊക്കെ ഈ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കണം നമുക്ക് എന്താണ് ഈ പറഞ്ഞ സാധ്യതകളെല്ലാം എന്താണ് നമുക്ക് ചെയ്തു തരുന്നത്. ഇനി ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെന്ന് നോക്കാം. അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള, അതായത് നമ്മുടെ കേരളത്തിൽ ഏതാണ് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ കേരള കാർഷിക സർവകലാശാല, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, KAU, സ്റ്റാൻഡ് ഫോർ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണ്ണുത്തി, തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലുള്ള എന്താണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള കാർഷിക സർവകലാശാല. അതാണ് ഫസ്റ്റ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ കേരള. അതായത് നമ്മുടെ എന്താണ് ഒന്നാമത്തെ നമുക്ക് അതായത് കേരളത്തിലെ കാർഷിക സർവകലാശാലകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങൾ. അതിന് ഫസ്റ്റ് വൺ ആണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. നമ്പർ 1 കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, KAU, കേരള കാർഷിക സർവകലാശാല. എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂർ. സെക്കൻഡ് വൺ സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. ട്യൂബർ ക്രോപ്സ് മീൻസ് എന്താണ്? കിഴങ്ങുവിള. കിഴങ്ങുകളൊക്കെ ഇല്ലേ? അത്. അപ്പോൾ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീകാര്യം, തിരുവനന്തപുരം. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള, തിരുവനന്തപുരത്ത് എന്താണ്? ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, CTCRI. C for Central, T Tuber Crop, C Crops, R Research, I Institute. Central Tuber Crops Research Institute, ശ്രീകാര്യം, തിരുവനന്തപുരം. ഫസ്റ്റ് വൺ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള കാർഷിക സർവകലാശാല, മണ്ണുത്തി, തൃശ്ശൂർ. സെക്കൻഡ് വൺ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്താണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യം, തിരുവനന്തപുരം. നെക്സ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. ഏതാണ്? IISR. കോഴിക്കോടുള്ള ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്, IISR. അതിന്റെ മലയാളവും അങ്ങനെ തന്നെയാണ്. വേറെ മലയാളം നമ്മുടെ കേരള കാർഷിക സർവകലാശാല, അതുപോലെ എന്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, അങ്ങനെ പറഞ്ഞതുപോലെയല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. അടുത്ത എന്താണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, RRII, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. നെക്സ്റ്റ് സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്. എന്താണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. എവിടെയാണ്? കാസർഗോഡ്, CPCRI. ഇവിടെ CTCRIയും CPCRIയും കൂടെ തമ്മിൽ തിരിഞ്ഞു പോകരുത്. CTCRI എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. എന്താണ്? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതുപോലെ CPCRI സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ലാസ്റ്റ് വൺ റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് KAU. KAU മീൻസ് എന്താണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അതായത് റീജിയണൽ റിസർച്ച് സെന്റർ ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. അതായത് കേരള കാർഷിക സർവകലാശാലയുടെ എന്താണ്? പ്രാദേശിക ഗവേഷണ സ്ഥാപനങ്ങൾ. അതാണ് റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് KAU എന്ന് പറയുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ എന്താണ്? പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ. അപ്പോൾ ദീസ് ആർ ദ മെയിൻ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് കേരള. പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ അതായത് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ്. ഏതൊക്കെയാണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശ്ശൂർ. കേരള കാർഷിക സർവകലാശാല, തൃശ്ശൂരിലെ മണ്ണുത്തിയിലുള്ള എന്താണ്? കേരള കാർഷിക സർവകലാശാല. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീകാര്യം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള എന്താണ്? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. തേർഡ് വൺ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. ഫോർത്ത് വൺ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. ഫിഫ്ത്ത് വൺ സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. റീജിയണൽ ലാസ്റ്റ് വൺ റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് KAU, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള കാർഷിക സർവകലാശാലയുടെ എന്താണ്? പ്രാദേശിക ഗവേഷണ സ്ഥാപന കേന്ദ്രങ്ങൾ. അപ്പോൾ ഇത് ഇത്രയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എന്താണ്? അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ
ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം എന്താണെന്ന് പറഞ്ഞു. എന്താണ്? ഇറ്റ്സ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് ബട്ട് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരേ ഇനത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ളതുമായ പ്ലാന്റ്സുകളെ തമ്മിൽ എന്താണ് കൃത്രിമ പരാഗണത്തിലൂടെ പുതിയ വിത്തനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇത് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത്. ആ വർഗ്ഗസങ്കരണത്തിലൂടെ കിട്ടുന്ന പ്ലാന്റ് അല്ലെങ്കിൽ സീഡ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞു. കുറേ ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ കാർഷിക മേഖലകളിൽ സാധ്യമാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളോട് സാധ്യമാക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇത് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, തരുന്ന വർക്കുകളും ആക്ടിവിറ്റികളും ഒക്കെ ചെയ്യുക. താങ്ക് യു.